നമ്മുടെ നാട്ടിൽ കാണുന്ന ഇലന്ത കാട്ടിലെന്തയുമുണ്ട്, നാട്ടിലെന്തയുമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഇലന്തയാകുമ്പോൾ അതിനകത്ത് മുള്ളുകളൊക്കെയുള്ള വൃക്ഷമാണ്. അതിൽ നിന്നും 7 ഇലകൾ എടുക്കുക. 7 ഇലകൾ എടുത്ത് അത് കരിങ്കല്ലുകളിൽ വെച്ച് പൊടിച്ചെടുക്കുക. കരിങ്കല്ല് വെച്ച് 2 കരിങ്കല്ലുകൾക്കിടയിൽ വെച്ച് പൊടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് വെള്ളം മിക്സ് ചെയ്ത് ഒരു ദ്രാവക രൂപത്തിലാക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പോലെ അതിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. നല്ല കൃത്യവും ശുദ്ധവും വ്യക്തവുമായ നിലയിൽ, തെറ്റൊന്നും കൂടാതെ നല്ല രീതിയിൽ ആയത്തുൽ കുർസി ഊതുക. പിന്നെ അതിനുശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തും ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് എന്ന സൂറത്തും ഖുൽ അഊദു ബി റബ്ബിൻ നാസ് എന്നിങ്ങനെ ഖുൽ വെച്ച് തുടങ്ങുന്ന 4 സൂറത്തുകളും ഓതി അതിലേക്ക് ഊതുക. അതിനുശേഷം ആ വെള്ളം 3 ഇറക്ക് കുടിക്കുക. ബാക്കി വരുന്ന വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്യുക. ഇതാണ് സിഹറിന് വേണ്ടി. എന്തൊക്കെ സിഹറുണ്ടോ, എത്രത്തോളം പഴക്കമുള്ള സിഹറായാലും അത് മാറിപ്പോകുന്നതാണ്. പഴക്കത്തിൻ്റെ കാലമനുസരിച്ച് കുറച്ച് കൂടുതൽ നാൾ ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ. തുടക്കമൊക്കെ ആണെങ്കിൽ 1, 2, 3 പ്രാവശ്യം ചെയ്യൽ കൊണ്ട് സിഹറ് മാത്രമല്ല, കണ്ണേറും ഹസദും എന്തൊക്കെ പ്രയാസങ്ങൾ പൈശാചികമായത് ശരീരത്തിനും മനസ്സിനും നേരിടുന്നുണ്ടോ അതൊക്കെയും ഇതുകൊണ്ട് മാറിപ്പോകും. നിരവധി ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് സിദ്ർ എന്ന് പറയുന്ന ഇല. ഇത് അറേബ്യൻ നാടുകളിലാണ് ധാരാളമായി കണ്ടുവരുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലുമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് വാങ്ങി വീട്ടിൽ വെച്ച് വളർത്താവുന്നതാണ്. ചെടികളൊക്കെ വിൽപ്പന നടത്തുന്ന കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിദ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൃക്ഷങ്ങളുടെ നേതാവ് സയ്യിദു ഷജർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഇലയാണ്, മരമാണ് ഈ സിദ്റിൻ്റെ, ഇലന്തയുടെ മരം. അപ്പം ഇത് പ്രകാരം ഏറ്റവും നല്ലത് അതിരാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പാകത്തിന് ചെയ്യലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ തുടർച്ചയായി ഒരു 7 ദിവസം ചെയ്യുക. 7 ദിവസം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ആണെങ്കിൽ അതിൽ നല്ലൊരു മാറ്റം ലഭിക്കും. എന്നിട്ടും മാറ്റം ലഭിച്ചില്ല എങ്കിൽ നമ്മളൊരു മരുന്ന് കഴിച്ച് സാധാരണഗതിയിൽ ഒരു പനിയോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളോ വന്ന് മരുന്ന് കഴിക്കുമ്പോൾ അത് മാറിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ വീണ്ടും എന്ത് ചെയ്യുക, അത് തുടരുക. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു മരമാണ്, മരത്തിൻ്റെ ഇലയാണ് ഇലന്തയുടെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ അത് ശാരീരികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിക്കളയുന്നതാണ്. അപ്പോൾ അത് പിന്നെ 2 തരത്തിലുണ്ട്. കാട്ടിലെന്തയുമുണ്ട്, നാട്ടിലെന്തയുമുണ്ട്. നാട്ടിലെന്തയാവുമ്പോൾ അതിനകത്ത് ചെറിയ മുള്ളുകൾ ഉള്ള വൃക്ഷമാണ്. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാട്ടിലെന്ത അതിൽ വലിയ പ്രയോജനങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ നാട്ടിലെന്തയിൽ നിന്നും ഈ പറഞ്ഞതുപോലെ 7 ഇലകൾ എടുത്ത് മേൽപ്പറഞ്ഞ സൂറത്തുകളും ആയത്തുകളും ഊതി ചെയ്യാൻ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.